ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബിഗിനർ ലെവൽ ഓഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. കംപ്ലീറ്റ്ലി ഇതൊരു ബിഗിനർ ലെവൽ വീഡിയോ ആണ്. നമ്മളൊരു വീഡിയോയിൽ എങ്ങനെ ഓഡിയോ ആഡ് ചെയ്യാം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോൻ്റെ ഓഡിയോ എങ്ങനെ ഒഴിവാക്കാം, നമ്മൾ റീലിലും പുറത്തൊക്കെ കണ്ടിട്ടുള്ള ഏതെങ്കിലും വീഡിയോൻ്റെ ഓഡിയോ എങ്ങനെ നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യാം, പിന്നെ നമ്മളെ വീഡിയോക്ക് തന്നെ ഓഡിയോ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. മീൻസ് നമ്മൾ ഈ പല പല ഓഡിയോ എഫക്റ്റുകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ട്രോളിലും കാര്യങ്ങളിലൊക്കെ. അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ വ്ളോഗിങ് വീഡിയോസിലൊക്കെ നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ എങ്ങനെ ആ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്കട്ട് ആണെങ്കിലും VN ആണെങ്കിലും ഇൻഷോട്ട് ആണെങ്കിലും ഈ മൂന്ന് ആപ്ലിക്കേഷനിലും നമ്മൾ എങ്ങനെ ഈ ബിഗിനർ ലെവൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും ഇത് സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ 3 ആപ്ലിക്കേഷനിലും ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റുഡിയോ ലെവൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ടിപ്പും കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ആൻഡ് നമുക്ക് വേണ്ട ഒരു ഡെമോ വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോൻ്റെ ഓഡിയോ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മേ ബി നമ്മൾ അധിക വീഡിയോയും പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പുറത്തത്തെ നോയ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഓഡിയോ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് 0 ആക്കി വെച്ചാൽ നമ്മളിപ്പോൾ കറൻ്റ്ലി ചൂസ് ചെയ്തിട്ടുള്ള ആ വീഡിയോൻ്റെ ഓഡിയോ കംപ്ലീറ്റ്ലി മ്യൂട്ടായിട്ടുണ്ടാവും. ദെൻ നമുക്ക് ആ വീഡിയോ ഡിസെലക്ട് ചെയ്തതിന് ശേഷം ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ വരുന്നതാണ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോക്ക് ആവശ്യമായ സൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ക്യാപ്കട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരുപാട് മ്യൂസിക്കും കാര്യങ്ങളും അതിൽ ഡിഫോൾട്ടായിട്ട് തരുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മളെ ഫോണിൽ ഏതെങ്കിലും നമുക്ക് ഓഡിയോ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ഫയലിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, രണ്ടാമത് കാണുന്ന ആ ഫയലിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സെലക്ട് ഫ്രം ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഓഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഓഡിയോ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും റീല് കാണുന്ന സമയത്തോ ഷോർട്സ് കാണുന്ന സമയത്തോ ആ ഒരു ഓഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അതെങ്ങനെ നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ്. ആ ഒരു വീഡിയോ നമ്മുടെ ഡിവൈസിലോട്ട് സേവ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഡൗൺലോഡിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഡിവൈസിലോട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓഡിയോ ആഡ് ചെയ്യേണ്ട ഒരു ഭാഗത്ത് വന്നതിന് ശേഷം അതിൽ എക്സ്ട്രാക്റ്റ് വീഡിയോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിലോട്ട് നമ്മൾ പോകുന്നതാണ്. ആ പോയതിന് ശേഷം നമ്മൾ ഗാലറിയിലോട്ട് നമ്മൾ ഏതൊരു വീഡിയോൻ്റെ ഓഡിയോ ആണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓഡിയോ മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. എല്ലാ എഡിറ്റിംഗ് ആപ്പിലും ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. ഞാനിനി ഇതിൽ VNൻ്റെ ട്യൂട്ടോറിയലും ഇൻഷോട്ടിൻ്റെ ട്യൂട്ടോറിയലൊക്കെ പറയുന്നുണ്ട്. അതിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ആ സമയത്ത് അപ്പോൾ പറഞ്ഞു തരാം. ഇതിലിത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓഡിയോ എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫീച്ചറാണ് ഈ വോളിയത്തിൻ്റെ നേരെ ഇപ്പുറത്ത് നമുക്ക് ഫെയ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫെയ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ വോയിസിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫെയ്ഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫെയ്ഡ് ഇന്നിൻ്റെ ടൈമിങ് കുറച്ച് കൂട്ടി കൊടുത്താൽ നമ്മളൊരു ഓഡിയോ വരുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ടിങ് കുറഞ്ഞൊരു വോളിയത്തിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൂടി കൂടി വരുന്നൊരു ആ ഒരു മെത്തേഡാണ് ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും. ഫെയ്ഡ് ഔട്ടാണെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ എൻഡ് ചെയ്യുമ്പോൾ ഒരു വോളിയം മെല്ലെ ഒരു സഡൻ സ്റ്റോപ്പിന് പകരം ഒരു വോളിയം മെല്ലെ കുറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നൊരു മെത്തേഡാണ്. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആ ഓഡിയോൻ്റെ ഗ്രാഫിലും ചെറിയൊരു മാറ്റം വന്നത് കണ്ടില്ലേ. ഭയങ്കര സൗണ്ട് കുറഞ്ഞിട്ട് പ്ലേ ആവും, അതേപോലെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ട് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അത് നമുക്ക് സഡൻ സ്റ്റാർട്ടും സഡൻ സ്റ്റോപ്പും ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വീഡിയോക്ക് ഒരു സ്മൂത്ത് സ്റ്റാർട്ടിങ് ഒരു സ്മൂത്ത് എൻഡിങ് ഒക്കെ കിട്ടാൻ ഈ ഒരു എഡിറ്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ സഹായിക്കും.
ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഓഡിയോ എഫക്റ്റ്. ഓഡിയോ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചില മൊമെൻറ്റിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർ വരുന്ന സമയത്ത്, ആ കാർ വന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിങ്ങിൻ്റെ സൗണ്ട്, അങ്ങനെ എന്ത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ സൗണ്ടുകൾ കൊടുക്കാൻ നമുക്ക് ഓഡിയോ എഫക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫോൾട്ടായിട്ട് ക്യാപ്കട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സൗണ്ട് എഫക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തോ സൗണ്ട് എഫക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്താൽ ഇവിടെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിന് ചെറിയ പോർഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിന്നിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു മൗസ് ക്ലിക്കിൻ്റെ എഫക്റ്റ് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൗസ് ക്ലിക്ക് സൗണ്ട് എന്നുള്ള എഫക്റ്റ് വന്ന് അതെനിക്ക് ആ പ്ലസ് ബട്ടൺ യൂസ് ചെയ്താൽ എൻ്റെ വീഡിയോയിൽ എനിക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഫക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്താൽ ഇതിൽ ഓട്ടോമാറ്റിക് നമുക്ക് ഒരുപാട് ഡിഫോൾട്ടായിട്ട് ഒരുപാട് എഫക്റ്റ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. VN പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻഷോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ ക്യാപ്കട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത കംപ്ലീറ്റ് എഡിറ്റ് നമുക്ക് എങ്ങനെ ഇനി VN ചെയ്യാൻ പറ്റും, ഇനി എങ്ങനെ ഇൻഷോട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ദെൻ നമുക്ക് എങ്ങനെ VN ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ഡെമോ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ വീഡിയോൻ്റെ ഓഡിയോ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ തന്നെ ഒരു വോളിയത്തിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിലിവിടെ സൈഡിൽ മ്യൂട്ട് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഇപ്പോൾ 100 ഉള്ള ഒരു 10 or 20 ഒക്കെ ആക്കിയാൽ ചെറിയ രീതിയിൽ നമ്മൾ ആ വീഡിയോയിലുള്ള നോയ്സ് വരും. അത് കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് 0 ആക്കിയാൽ ആ വീഡിയോൻ്റെ കംപ്ലീറ്റ് വോയിസ് പോകുന്നതാണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോക്ക് പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് വേറൊരു ഓഡിയോ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഏറ്റവും മുകളിൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ 3 ഇൻ്റർഫേസാണ് വരുന്നത്. ഫസ്റ്റ് വൺ മ്യൂസിക്. നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളെ ഡിവൈസിൽ സേവ് ആയിട്ടുള്ള മ്യൂസിക് ആഡ് ചെയ്യണോ, അത് എങ്ങനത്തെ മ്യൂസിക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് പുറത്തുനിന്ന് അഡീഷണൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് കാണുന്നത് സൗണ്ട് എഫക്ട്സ് നമ്മൾ നേരത്തെ ക്യാപ്കട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സൗണ്ട് എഫക്റ്റ്, അല്ലെങ്കിൽ നേരത്തെ നമ്മളോട് മൗസ് ക്ലിക്കിങ്ങിൻ്റെ സൗണ്ടൊക്കെ എടുത്ത് അതേപോലെ ഇവിടെയും ഇതിൽ ഡിഫോൾട്ടായിട്ട് ഒരുപാട് സൗണ്ട് എഫക്ട്സ് വരുന്നുണ്ട്. അത് ആഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത് വരുന്ന ഓപ്ഷനിൽ റെക്കോർഡിങ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മളിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം ആ റെക്കോർഡ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ നോക്കിയിട്ട് നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ്. ബ്ലോഗേഴ്സും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ മെത്തേഡാണ്. നിങ്ങൾ ഓൺ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റുഡിയോ ലെവൽ ഓഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, അതെങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ടിപ്പ് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ദെൻ നമ്മളിതിൽ ഫസ്റ്റ് മ്യൂസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അഡീഷണൽ മ്യൂസിക് ആഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അതിൽ മൈ മ്യൂസിക് സെലക്ട് ചെയ്താൽ നമ്മുടെ ഡിവൈസിൽ ഓൾറെഡി ഉള്ള മ്യൂസിക്കുകളവിടെ കാണിക്കുന്നതാണ്. ദെൻ ഇതിൽ നമ്മൾ യൂസ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓഡിയോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതിലൊരു ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഓഡിയോൻ്റെ പകുതി തൊട്ട് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗത്തിലേക്ക് എനിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഫെയ്ഡ് ഇൻ, ഫെയ്ഡ് ഔട്ട്, അതൊക്കെ ഇവിടെ തന്നെ എനിക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഓഡിയോ എൻ്റെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഭയങ്കര യൂസ്ഫുൾ മെത്തേഡാണ്. ഞാനിവിടെ ഫെയ്ഡ് ഇൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫെയ്ഡ് ഔട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഓഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷവും നമുക്കതിൽ ആ ഓപ്ഷൻസൊക്കെ ക്ലിക്ക് ചെയ്താൽ അതിന് ശേഷം നമുക്കതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. കീ ഫ്രെയിം കൊടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ഓഡിയോ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ
ഇതിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ എക്സ്ട്രാക്റ്റ് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മൾ ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു വീഡിയോൻ്റെ ഓഡിയോ മാത്രം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ റാൻഡമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഓഡിയോ മാത്രം എടുത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഓഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് SFX ആണ്, സൗണ്ട് എഫക്ട്സ്. നമ്മളെ വീഡിയോക്ക് വേണ്ട സൗണ്ട് എഫക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിക്കുള്ള സൗണ്ട് എഫക്ട്സ് ആയിട്ട് നമ്മളെ വീഡിയോക്ക് ആവശ്യം വരും. അങ്ങനെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ഒരുപാട് ഗ്രൂപ്പ് ആക്കിയിട്ട് തന്നെ സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സൗണ്ട് എഫക്ട്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം യൂസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തിട്ടുള്ള ഓഡിയോ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തോട്ട് അത് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു ഓപ്ഷനാണ് റെക്കോർഡ് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഓഡിയോ ഇതിനെ കൂടെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷനും ഇതിലുണ്ട്. സോ നമ്മൾ അടുത്ത ആപ്ലിക്കേഷനിലോട്ട് പോവുകയാണ് ഇൻഷോട്ട് ഒരുപാട് ആൾക്കാർ കറൻ്റ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ഇൻഷോട്ടിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മളൊരു ഡെമോ വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇൻഷോട്ടിൽ ആ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എഡിറ്റും ആ ഓഡിയോ എന്നുള്ളൊരു ഭാഗം ക്ലിക്ക് ചെയ്താൽ അവിടെ വരുന്നതാണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കറൻ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വീഡിയോൻ്റെ ഓഡിയോ അങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ വന്നിട്ടുള്ള ഈ ഓഡിയോ എന്നുള്ളത് 0 ആക്കി വെച്ചാൽ നമ്മളിപ്പോൾ കറൻ്റ് സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഓഡിയോ കംപ്ലീറ്റ്ലി മ്യൂട്ട് ആവുന്നതാണ്. ദെൻ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മറ്റ് ആപ്പുകളിലൊക്കെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് മ്യൂസിക് നമ്മുടെ ഡിവൈസിലും ഇതിൽ ഡിഫോൾട്ടായിട്ട് തന്നിട്ടുള്ള അഡീഷണൽ മ്യൂസിക് നമ്മുടെ വീഡിയോയിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ഒരുപാട് മ്യൂസിക് ഇതിൽ ഡിഫോൾട്ടായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് റിലേറ്റഡ് ആണെങ്കിലും നമ്മളിപ്പോൾ റൊമാൻറ്റിക് ആണെങ്കിൽ ഹാപ്പി, പിന്നെ സാഡ്, നമ്മളെ ഏത് ടൈപ്പ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വേണ്ട ഓഡിയോ ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു വീഡിയോയിൽ നിന്ന് ഒരു ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, നമ്മൾ മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്നൊരു റീലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിൽ നിന്നൊരു ഓഡിയോ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഈ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന എക്സ്ട്രാക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് ഒരു ഓഡിയോ എക്സ്ട്രാക്ട് ചെയ്ത് കാണിക്കാം. ദെൻ നമ്മൾ VNL കണ്ട പോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫെയ്ഡ് ഔട്ടും ഫെയ്ഡ് ഇന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന വീഡിയോൻ്റെ നമുക്ക് ഒരു പകുതി പോർഷൻ മതി എന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പകുതി മാത്രമായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ദെൻ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓഡിയോ എഫക്റ്റ് ആണ്. നമ്മൾ മറ്റേ ആപ്ലിക്കേഷനിലൊക്കെ നോക്കിയ പോലെ ഓഡിയോ എഫക്റ്റ് ഇവിടെയുണ്ട്. ഓഡിയോ എഫക്റ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ മൂന്നാമത്തത് വോയിസ് റെക്കോർഡ്. നമ്മൾ VNL കണ്ട പോലെ നമ്മൾ വീഡിയോ റൺ ആകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ വോയിസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് കണ്ടിട്ടുള്ളത് AI സ്പീച്ച് എന്നുള്ള ഓപ്ഷനാണ്. നമുക്കിപ്പോൾ AI വെച്ച് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഹലോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ചില വേർഷൻസൊക്കെ പെയ്ഡാണ് ആൻഡ് ചില വേർഷൻസ് ഫ്രീയും ഉണ്ട്. ഞാനിവിടെ ഹലോ ടൈപ്പ് ചെയ്ത് അത് സ്റ്റാർട്ട് കൊടുത്താൽ
നമ്മുടെ വീഡിയോയിലോട്ട് ഒരു ഹലോ എന്നുള്ള വോയിസ് ആഡ് ആയി വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് അഡീഷണൽ വോയിസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. മേ ബി വ്ളോഗിങ് ആവാം, യൂട്യൂബ് വീഡിയോ ആവാം. അവർക്കൊക്കെ ഒരു സ്റ്റുഡിയോ ലെവൽ ഓഡിയോ നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇതിനായിട്ട് നിങ്ങളൊരു ഓഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഓഡിയോ റെക്കോർഡർ യൂസ് ചെയ്തിട്ടോ അല്ലാണ്ടെയോ ഒരു ഓഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അഡോബി പോഡ്കാസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ചൂസ് ഫയൽ എന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഓഡിയോ ഇല്ലേ, അത് സെലക്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഐഫോൺ ആയതുകൊണ്ട് നേരെ ഫയൽസിലോട്ടാണ് പോകുന്നത്. ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐഫോൺ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫയൽസിൻ്റെ ആപ്പിലോട്ട് മാറ്റേണ്ടതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും വാട്സപ്പിലോ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ എങ്ങനെയും ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന് റിപ്ലൈ തരാം. ദെൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഇതിൻ്റെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ നമുക്ക് ലഭിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ നമുക്ക് ലഭിക്കും. ദെൻ ഡൗൺലോഡ് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വീഡിയോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഓൺ വോയിസ് റെക്കോർഡിങ് നമുക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ദെൻ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഫയൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിലുള്ള സോങ് എങ്ങനെ നമ്മൾ വീഡിയോയിലോട്ട് ആഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മുടെ വീഡിയോ ഈസ് ഓൾമോസ്റ്റ് ഓവർ. കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ ബിഗിനർ ലെവലായിട്ടും അഡ്വാൻസ്ഡ് ലെവലായിട്ടും വീഡിയോ ആൻഡ് ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയി വരുന്നതാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.